പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിലെ ഏത് ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിലും നമ്മളിതുപോലെ 3 പ്രാവശ്യം സ്ക്രീനിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സൂമായി വരുന്ന ഒരു ഓപ്ഷനെ കുറിച്ചാണ്, ഒരു സെറ്റിങ്സിനെ കുറിച്ചാണ്. അതുപോലെ 3 പ്രാവശ്യം നമ്മളിതുപോലെ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് പഴയ പോലെ ആവുന്നതും കാണാൻ സാധിക്കും. അതെങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾക്കെല്ലാം ഉപകാരം വരും എന്നാണ് എൻ്റെ വിശ്വാസം. ഇത്തരത്തിലുള്ള മൊബൈൽ ടെക് വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്കിന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക. എന്തായാലും നമുക്ക് ആ സെറ്റിങ്സ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മൾ നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഇത് OnePlusൻ്റെ ഫോണാണ്. നിങ്ങളുടെ ഓരോ ഫോണിലും ഓരോ രീതിയിലായിരിക്കും ഈ സെറ്റിങ്സ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെർച്ച് ബാർ ഉണ്ടെന്നുണ്ടെങ്കിൽ സെർച്ച് ബാറിൽ ആക്സസബിലിറ്റി എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സെറ്റിങ്സ് നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്നതാണ്. ഫസ്റ്റ് അതിൻ്റെ ആദ്യത്തെ 2 അക്ഷരം എടുക്കുന്ന സമയത്ത് തന്നെ അടിച്ചപ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആക്സസബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനെ എടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിലെ ഈ അഡീഷണൽ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ആക്സസബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിങ്ങനെ കുറച്ച് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ വിഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ, ജനറൽ ഫസ്റ്റ്, രണ്ടാമത്തെ ഓപ്ഷൻ വിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിലും ഒരുപാട് ഓപ്ഷനും നമുക്ക് പ്രയോജനപ്പെട്ട ഒരുപാട് ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതിൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഓഫിലാണ് കിടക്കുന്നത്. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇത് ഏത് രീതിയിൽ ഇത് കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആക്സബിലിറ്റി ബട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഷോർട്ട് കട്ട്, നമ്മുടെ ഒരു ഷോർട്ട് കട്ട് കണക്കാക്കി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൊടുക്കാം. വോളിയം ബട്ടണിൽ നമ്മൾ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ വരും. നമുക്ക് സൂമിംഗ് ഉള്ള ഓപ്ഷൻ വരും. അതിന് അങ്ങനെ കൊടുത്തേക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ, ഫോണിൻ്റെ സ്ക്രീനിൽ 3 പ്രാവശ്യം ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഓപ്ഷൻ എനേബിൾ ആവും. അങ്ങനെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാനിതിലെ ലാസ്റ്റ് ഓപ്ഷനാണ് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഞാനതിൽ ഓക്കെ കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ രണ്ടാമത് മാഗ്നിഫിക്കേഷൻ ടൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കത് ഏത് രീതിയിൽ, ഫുൾ സ്ക്രീനാണോ പാർട്ട് സ്ക്രീനാണോ, അങ്ങനെ പല രീതിയിലുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മളിവിടെ ഫുള്ള് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിനി നേരെ മെനു ബാറിലേക്ക് പോവാം. ഇത് നമ്മൾ മെനു ഇതിൽ വന്നതിന് ശേഷം, നമ്മുടെ ഫോണിലെ ഫ്രണ്ട് വന്നതിന് ശേഷം നമ്മൾ ഇതിൽ 3 പ്രാവശ്യം ഇതുപോലെ ടാപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് സൂമായത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ 3 പ്രാവശ്യം വീണ്ടും നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അത് പഴയ പോലെ ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനും കാര്യങ്ങൾക്കെല്ലാം പിന്നെ കണ്ണാടി വെച്ചാലേ നമുക്ക് ഫോൺ നോക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആൾക്കാർക്കെല്ലാം നമുക്കിവിടെ ഇതുപോലെ ഡയലറിൽ മറ്റുമൊക്കെ നമ്മൾ ഫോൺ ആർക്കെങ്കിലും നമ്മൾ ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ഭാഗത്ത്, ടോപ്പ് ഭാഗത്ത് 3 പ്രാവശ്യം ഇതുപോലെ ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വലുതായി കാണാം. നമുക്ക് കാണാൻ സാധിക്കും, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന രീതിയിലാക്കി മാറ്റാം. ഫോണ്ടൊന്നും വലുതാക്കാതെ തന്നെ നമുക്കിതുപോലെ കോൾ ചെയ്യാവുന്നതാണ്. അതൊരു ഉപകാരമാണ്. അത് പോയിട്ട് നമുക്ക് ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ, അപ്പോഴും നമുക്ക് എന്താണ്, ഇത് ചെറിയ അക്ഷരങ്ങൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ 3 പ്രാവശ്യം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വലുതാവുകയും അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുകയും ചെയ്യാം. എന്തായാലും നമുക്കിത് ചെയ്തു വെച്ചിരുന്നാൽ ഫോണിന് വേറൊരു പ്രശ്നവുമില്ല. നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഇത് ചെയ്തു വയ്ക്കുക. എന്തായാലും ഇത്തരത്തിലുള്ള മറ്റൊരു അറിവുമായി എത്തുന്നതിന് ഗുഡ് ബൈ. എംപെ ചോയ്സ്.